സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 16 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. കേരളം ഇടത്തേക്ക്. തൃശൂർ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച്. കൊച്ചി കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥി തോൽവി. ഒറ്റ വോട്ടിന് BJP. തൃശൂരിൽ B ഗോപാലകൃഷ്ണന് തോൽവി. രാജൻ J പല്ലന് ജയം. തുടർച്ചയായ 20ാം വർഷം ഭരിക്കാൻ ചാവക്കാട് ഇടത്തോട്ട്. തിരുവനന്തപുരം. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച കൊച്ചി കോർപ്പറേഷനിൽ LDF മുന്നിൽ. 38 സീറ്റാണ് ഇവിടെ LDF നേടിയത്. 30 സീറ്റുകളിൽ UDFും 5 NDAയും ജയിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച്. തൃശൂർ കോർപ്പറേഷനിൽ ഇക്കുറി LDF UDF ഇഞ്ചോടിഞ്ച് പോരാട്ടം. 54-ൽ 23-ൽ UDFും 20-ൽ LDFും ലീഡ് ചെയ്യുന്നു. 6 സീറ്റാണ് NDAക്ക് ലീഡ് നേടിയിരിക്കുന്നത്. 5 സീറ്റ് മറ്റുള്ളവർ. പുതിയ സ്ഥാനാർത്ഥികൾ മങ്ങി. പാലായിൽ ജോസ് കെ മാണിയുടെ കരുത്തിൽ LDF മുന്നേറ്റം. കോട്ടയം. KM മാണിയുടെ തട്ടകത്തിൽ ജോസ് കെ മാണിയുടെ കരുത്തിൽ LDF വിജയം. പാലാ നഗരസഭയിൽ ഫലമറിഞ്ഞ 9 സീറ്റുകളിൽ 8 LDF വിജയിച്ചു കഴിഞ്ഞു. വെല്ലുവിളിച്ചിടത്തെല്ലാം തുടക്കം മുതലേ BJP പിന്നിൽ. തിരുവനന്തപുരം. BJPക്ക് തൃശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും ലീഡ് ഉയർത്താനാകുന്നില്ല. തൃശൂരിലും BJPയുടെ മേയർ സ്ഥാനാർത്ഥി പിന്നിലാണ് എന്നാണ് സൂചന. പെരിയ ഇരട്ടക്കൊല ഓർമ്മയിൽ. കല്യോട്ട് LDFിൽ നിന്നും UDFിലേക്ക്. കാസർകോട്. പെരിയ ഇരട്ടക്കൊല നടന്ന കല്യോട്ട് UDFിന് ജയം. കാസർകോട് നഗരസഭയിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇടപെട്ടു, നയം തിരുത്തി കമ്മീഷൻ. തൃശൂർ. 4 വാർഡുകൾക്ക് ഒരു കൗണ്ടിംഗ് ഏജന്റ് എന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം മാറ്റി. കോവിഡ് വാക്സിനേഷൻ. ഒരു ജില്ലയ്ക്ക് ഒരു വാക്സിൻ. ന്യൂഡൽഹി. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാമിൽ ഒരു ജില്ലയിൽ ഒരു കമ്പനിയുടെ വാക്സിൻ മാത്രമേ വിതരണം ചെയ്യൂ എന്ന് കേന്ദ്ര സർക്കാർ. കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ല. ന്യൂഡൽഹി. കാർഷിക രംഗം രാജ്യത്തെ സുപ്രധാന മേഖലയാണെന്നും അതിനെ പിന്നോട്ടടിക്കുന്ന ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കില്ലെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം കർഷക സംഘടനകളെ ശക്തമാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. യുദ്ധക്കപ്പൽ INS വിരാട് സംരക്ഷിക്കാൻ തയ്യാറെന്ന് മഹാരാഷ്ട്ര. ന്യൂഡൽഹി. പ്രതിരോധ മന്ത്രാലയത്തിന് അയച്ച കത്തിലാണ് ചരിത്ര പ്രാധാന്യമുള്ള വിരാടിനെ സംരക്ഷിക്കുന്ന നടപടികളുമായി സഹകരിക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സന്തോഷമേയുള്ളൂവെന്ന് ശിവസേന MP പ്രിയങ്ക ചതുർവേദി വ്യക്തമാക്കി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ നിരാഹാരം. അണ്ണാ ഹസാരെ. പൂനെ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പാക്കാത്ത പക്ഷം വീണ്ടും നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെ. ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമറിന് അണ്ണാ ഹസാരെ കത്തയച്ചു. ദ പാത്ത് ബ്രേക്കേഴ്സ് വിദേശ പര്യടനത്തിന്. തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു. ദ പാത്ത് ബ്രേക്കേഴ്സ് എന്ന ടീമാണ് UAEയിൽ ഈ മാസം 18 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശ പര്യടനം നടത്താനൊരുങ്ങുന്നത്. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി മാറ്റില്ല. ന്യൂഡൽഹി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. തിരുപ്പതി ദേവസ്വം ചെയർമാന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം റദ്ദാക്കി. ഗുരുവായൂർ. ക്ഷേത്ര ദർശനത്തിനും ഗുരുവായൂർ ദേവസ്വം അധികാരികളുമായി ചർച്ച നടത്തുന്നതിനുമായി ഗുരുവായൂരിൽ എത്തുമെന്നറിയിച്ച തിരുപ്പതി ദേവസ്വം ചെയർമാന്റെ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി. KSRTCയിലെ ഹിതപരിശോധന 30-ന്. കൊച്ചി. KSRTCയിലെ തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധന 30-ന് നടക്കും. 2021 ജനുവരി 1-നാണ് വോട്ടെണ്ണൽ. 8 സംഘടനകളാണ് മത്സരിക്കാനുള്ളത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. കൊച്ചി. കോവിഡ് പ്രതിസന്ധിക്കിടെ വീണ്ടും ഇരുട്ടടി നൽകി എണ്ണക്കമ്പനികൾ. ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോഗ്രാമിന്റെ സബ്സിഡി സിലിണ്ടറിനു 50 രൂപ വർദ്ധിപ്പിച്ചു. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി NCP. പാല. കർഷകരെ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമം പിൻവലിക്കണമെന്നും കർഷക സമരം എത്രയും വേഗം ഒത്തുതീർപ്പിലെത്തിക്കണമെന്നും മാണി C കാപ്പൻ MLA ആവശ്യപ്പെട്ടു. വോളണ്ടിയേഴ്സിനെ ആദരിച്ചു. തൃശൂർ. ആഗോള വോളണ്ടിയേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം സോഷ്യൽ അപ്പസ്തലോട്ട് സെന്ററിൽ വോളണ്ടിയേഴ്സ് ഒബ്സർവേഷൻ ഡേ ആദരിച്ചു. സ്ഥലമില്ലാതെ ത്വക്ക് രോഗാശുപത്രി. കൊരട്ടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം രോഗികളെത്തുന്ന തിരുമുടിക്കുന്ന് ത്വക്ക് രോഗാശുപത്രിയിലെ OP ബ്ലോക്കിലെ സ്ഥലപരിമിതി തലവേദനയാകുന്നു. കഴക്കൂട്ടത്ത് അപ്പാർട്ട്മെന്റ് പദ്ധതിയുമായി എലൈറ്റ് ഗ്രൂപ്പ്. തിരുവനന്തപുരം.
കഴക്കൂട്ടം എലൈറ്റ് സമൃദ്ധി അപ്പാർട്ട്മെന്റ് പ്രൊജക്ടിന്റെ ഭൂമിപൂജ ശബരിമല മുൻ മേൽശാന്തിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പൂജാരിയുമായ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.